കാസർഗോഡ് മുള്ളേരിയിൽ ജനവാസ മേഖലയിൽ പുലി. ജയനഗർ മേഖലയിൽ 5 വളർത്തുനായകളെ കടിച്ചുകൊന്നു. പ്രദേശത്ത് വനംവകുപ്പ് കൂടും ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ പരിശോധനയും തുടരുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നല്ല ടെൻഷനുണ്ട്. രാവിലെ സ്കൂളിൽ കുട്ടികൾ പോകുന്നതും അതുപോലെ തന്നെ ഒരു മാസക്കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഒരു 4-5 നായനെ വീട്ടിൽ നിന്ന് കെട്ടിയിട്ട നായനെയാണ് കൊണ്ടുപോയിട്ട് ഉള്ളത്. വല്ലാത്ത ആശങ്കയിൽ തന്നെ. എന്നാൽ ഇനി സ്കൂൾ തുടങ്ങുന്ന ഇവിടെയൊക്കെ ഈ പ്രദേശത്തെ കുട്ടികളൊക്കെ നടന്നിട്ട് തന്നെ പോകുന്നത്, വണ്ടിയിലൂടെ പോകുന്നതല്ല. അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർ, അവർക്ക് രാവിലെ കാണാൻ കിട്ടുന്നത്, അതൊക്കെ നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ തന്നെ. പിടിച്ചു തന്നെ തീരണം, അത്ര തന്നെ. വേറെ ഒരു വഴിയില്ലല്ലോ. ഒരു 8 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും അകത്ത് കൂടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ആശങ്കയിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. രാത്രി ഉറക്കമില്ല. എല്ലാവരും വെച്ചാൽ രാവിലെ റബ്ബർ ടാപ്പിങ്, പിന്നെ തൊഴിലുറപ്പിൻ്റെ ജോലികൾ, അതേപോലെ വളർത്തു മൃഗങ്ങൾ ആയിട്ട് പശുക്കൾ, ആട്, അങ്ങനെയുള്ള മൃഗങ്ങളുണ്ട്. അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. വളരെ ആശങ്കയായിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടത് വീട് സ്ഥാപിച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് ഒരു ഭയത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നുള്ളത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ആ നാട്ടുകാർ പറയുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു, വളർത്തുനായകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം. മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് സ്വാഭാവിക ഭയമുണ്ടാകുമല്ലോ. മാധു, തീർച്ചയായും അതൊരു ജനവാസ മേഖലയാണ്. നിരവധി വീടുകളുള്ള ഇടമാണ്. അവിടെ ഒരു മാസത്തിനിടെ പല തവണയായി നാട്ടുകാർ ഈ പകൽ സമയത്തും രാത്രി സമയങ്ങളിലെല്ലാം ഈ പുലിയെ കാണുകയാണ്. അവിടെ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ഭീതി അകലുന്നില്ല. ഇപ്പോൾ വനം വകുപ്പ് അടിയന്തര നടപടിയെന്നോണം ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടി അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യം അവിടെ ഉണ്ട്. അവർ അവിടെ ആ മേഖലയിലൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു പുലിയല്ല, 2 പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 5 വളർത്തുനായയാണ് അവിടെ ഈ പുലി കടിച്ചു കൊന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക, വലിയ ഭീതിയിലാണ് നാട്ടുകാരുള്ളത്. ഇനിയിപ്പോൾ ആ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അതിലൂടെ ഈ പുലിയെ കണ്ട സ്ഥലങ്ങളിലൂടെയൊക്കെ ഈ കുട്ടികൾ നടന്നു പോകുന്നതാണ്. എങ്ങനെയാണ് ഈ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക, നാട്ടുകാർ ഈ ജോലിക്കൊക്കെ എങ്ങനെ പോകുമെന്നുള്ള വലിയ ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് പറയുന്നത് ആദ്യ നടപടിയെന്നോണമാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ സ്ഥിരമായിട്ടുള്ള അവിടെ നിരീക്ഷണമുണ്ട്. എന്തായാലും ആ പുലിയെ കണ്ടെത്താൻ സാധിക്കും. പുലിയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക മാത്രമാണിപ്പോൾ അതിലൊരു പരിഹാര മാർഗം. ആ നടപടിയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ ആശങ്ക അകലുന്നില്ല. അവർ ഇപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ കൂട്ടത്തോടെ നാട്ടുകാരൊക്കെ ഈ കൂട്ടത്തോടെയാണ് നടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കൂട്ടത്തോടെയാണ് പോകുന്നത്. അത്തരമൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിലാണ് ആ മേഖലയുള്ളത്. മധു, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പുലിപ്പേടിയിലാണ് ആ നാട് മുഴുവനും. 5 വളർത്തുനായകളെയാണ് ഇതുവരെ കടിച്ചു കൊന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കൂട് സ്ഥാപിക്കുകയും ക്യാമറ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുലിയെ അവിടെ നിന്ന് പിടിയിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ ആശങ്കയുണ്ടാക്കുന്നത്.